ഇന്ന് ഞങ്ങൾ ക്യാരറ്റിൻ്റെ അലുവയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ക്യാരറ്റ് അലുവ അല്ല, ക്യാരറ്റിൻ്റെ കേക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ റെഡിയാവുമെന്നൊന്നും അറിയില്ല, ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇതിലാണ്, റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക, ബട്ടർ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നോക്കുമ്പോൾ നമുക്ക് എന്തായി കിട്ടും, എന്തൊക്കെയായി കിട്ടും. ക്യാരറ്റ് പോളയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത് ക്യാരറ്റ് കൊണ്ട് കേക്കായിരുന്നു. ക്യാരറ്റ് ഉണ്ടായി വന്നപ്പോൾ ക്യാരറ്റിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നല്ലോ, ക്യാരറ്റിൽ നിന്ന് വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്. കാരണം നമ്മൾ വെളിച്ചെണ്ണ, എണ്ണയോ ഓയിലോ ഒന്നും ഒഴിക്കാതെയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്രയും ഓയിൽ വെളിച്ചെണ്ണ എങ്ങനെ ഇറങ്ങി വരുന്നു എന്നുള്ളതിന് ഒരു ഇതുമില്ല. നോക്കിയേ, കണ്ടോ, ഇത്രയും ഇറങ്ങി വരുന്നു. അപ്പോൾ വെളിച്ചെണ്ണയിൽ നിന്ന് നമുക്ക് ശുദ്ധമായ ക്യാരറ്റിൽ നിന്ന് നമുക്ക് നല്ല ശുദ്ധമായ ക്യാരറ്റ് എണ്ണ, വെളിച്ചെണ്ണ എന്ന് പറയാൻ പറ്റില്ല, ക്യാരറ്റ് എണ്ണ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അയ്യോ, ഒരു കേക്ക് അപാരത.